ലതീഷ്, പേരാമ്പ്രയിൽ പോലീസിനെ ആക്രമിച്ചില്ല എന്ന UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും വാദങ്ങളൊക്കെ പൊളിയുകയാണ്. ഇന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തെത്തുകയാണ്. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇന്ന് പുതിയ ആംഗിളിലുള്ള വളരെ സമഗ്രമായി തൊട്ടറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തെത്തുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാനാകുന്ന വിവരങ്ങൾ ലതീഷ്? ജിംഷാദ്, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ്, വൈകിട്ടോടു കൂടിയാണ് ഈ അതിക്രമം UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല ഭാഗങ്ങളിൽ നിന്നും, വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ പല ഭാഗങ്ങളിൽ നിന്നും സംഘടിച്ചെത്തിയ അക്രമി സംഘം തന്നെയായിരുന്നു പേരാമ്പ്രയിൽ ഒത്തുകൂടിയത് എന്ന് വ്യക്തമാകുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചില ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് UDF പ്രവർത്തകർ സ്ഫോടക വസ്തു പോലീസിന് നേരെ എറിയുന്നതും പോലീസുകാർക്കിടയിൽ വീണത് പൊട്ടുന്നതും ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള കൂടുതൽ വ്യക്തമാകുന്ന, അല്ലെങ്കിൽ സ്ഫോടക വസ്തു ഈ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം, പോലീസുകാർക്കിടയിൽ ചെന്ന് വീഴുന്നതും ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടുന്നതും ദൃശ്യങ്ങൾ കാണാം, പോലീസുകാർ ചിതറി ഓടുന്നതുമെല്ലാം ആ ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി പോലീസിനെ ആക്രമിക്കുക തന്നെയായിരുന്നു ലക്ഷ്യം എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നത്. ഒപ്പം ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങുകയും അത് ഉപയോഗിച്ച് പോലീസിനെ തിരിച്ച് അടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കല്ലുകൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ കല്ലുപയോഗിച്ച് പ്രവർത്തകർ പോലീസിനെ എറിയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ കൂടുതൽ വ്യക്തമാകുന്ന, അല്ലെങ്കിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് തെളിയിക്കുന്ന കൂടുതൽ വ്യക്തമായ ദൃശ്യമാണ് ഇന്നിപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ആത്മസംയമനം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം വടകര DYSPക്ക് ഉൾപ്പെടെ കൈവിരലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ പോലീസുകാർക്കുൾപ്പെടെ വലിയ തോതിൽ പരിക്കേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംയമനം ഉണ്ടായി. പ്രവർത്തകർക്കിടയിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറുകയോ അവരെ ആ തരത്തിൽ ലാത്തിചാർജ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഇത്തരമൊരു സ്ഫോടക വസ്തു എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തുന്നതും ആ പ്രകോപനത്തിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഷാഫി പറമ്പിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അവസാനിപ്പിക്കുകയും പോലീസിനെതിരെ തിരിയുന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഷാഫി പറമ്പിൽ MP-യുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു പ്രവർത്തനമല്ല ഉണ്ടായത്. ഷാഫി പറമ്പിൽ എത്തിയതോടുകൂടി ആ പ്രവർത്തകർ കൂടുതൽ പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് മാത്രമല്ല ഈ ഷാഫി പറമ്പിൽ MP-ക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു പ്രതിഷേധക്കാർ. അതായത് കൂടുതൽ സമഗ്രമായ അക്രമം പ്ലാൻ ചെയ്യുന്നു, ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നു, ആ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ പുറത്തെത്തുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും രീതികളാണ് ഈ അക്രമത്തിനുള്ളത്. കാരണം ഷാഫി പറമ്പിൽ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസിനെതിരെ അതിക്രമം ഉണ്ടാകുന്നത്. ഈ സ്ഫോടക വസ്തു എറിയുന്നതും ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് പോലീസുകാർക്ക് ചിന്നിച്ചിതറി ഓടേണ്ടി വന്നു. അവരുടെ ഇടയിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. പൊട്ടുന്നു, പ്രകാശവും പുകയും പടരുന്നു, ഇങ്ങനെ ശബ്ദവും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും നല്ല ശക്തിയുള്ള സ്ഫോടനത്തോടു കൂടിയാണ്. അതെ, അങ്ങനെ പോകുന്നു. യഥാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് ഈ സ്ഫോടക വസ്തു എറിയുന്നത്, അല്ലേ? തീർച്ചയായും ഷാഫി പറമ്പിൽ വന്നതോടുകൂടിയാണ് ഈ പ്രവർത്തകർ കൂടുതൽ വയലൻ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ രണ്ട് ഭാഗത്ത് തമ്പടിക്കുന്നു. LDF പ്രവർത്തകർക്ക് ഒരു നേരത്തെ തന്നെ നിശ്ചയിച്ച ഇതിനനുസരിച്ച് സമയം അനുവദിക്കുന്നു. അതായത് രാവിലെ അവിടെ ആ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച പേരാമ്പ്ര നഗരത്തിൽ UDFിൻ്റെ ഹർത്താൽ ഉണ്ടായിരുന്നു. ആ ഹർത്താൽ ദിനം രാവിലെ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ ചെന്ന UDFിൻ്റെ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ചാണ് വൈകിട്ട് ഹർത്താൽ കഴിഞ്ഞ ശേഷം എന്നുള്ള നിലയിൽ 5:30 പ്രകടനത്തിന് LDF അനുമതി വാങ്ങിയതും അതിന് പോലീസ് അനുമതി കൊടുത്തതും. എന്നാൽ ഈ പ്രകടനം അനുവദിക്കില്ല, ഈ പ്രകടനത്തിൻ്റെ സമയത്ത് തന്നെ തങ്ങൾക്കും പ്രകടനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ഹർത്താൽ ദിനത്തിൽ രാവിലെ അത്തരത്തിലൊരു പ്രകടനമൊന്നും UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ ചെല്ലുന്നു. അത് തടയാൻ ശ്രമിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ കയ്യേറ്റം ചെയ്യുന്ന നിലയുണ്ടാകുന്നു. ഇതിൽ പ്രതിഷേധിച്ചുള്ള പ്രകടനം LDF നടത്തുന്നു. LDF പ്രവർത്തകർ പിരിഞ്ഞു പോയ ശേഷമാണ് UDF പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് പോലീസിന് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത്.